പാർത്ഥ, നവീൻ ബാബു വിഷയം 26-ാം തീയതിയിലേക്ക് കോടതി മാറ്റിയിരിക്കുകയാണ്. എന്ത് ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. വീണാമണി പറഞ്ഞ കാര്യങ്ങൾ കോടതി എത്രത്തോളം മുഖവിലേക്ക് എടുക്കും, അതിലൂടെ എന്താ പറയുക, CBI അന്വേഷണം വരുമോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ മഞ്ജുഷയുടെ കുടുംബത്തിന് ആകാംക്ഷ എന്നതിലപ്പുറം അവരുടെ ആവശ്യം കൂടിയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു ആകാംക്ഷ തന്നെയാണ്. കാരണം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് കളക്ടറാണ്. കാരണം കളക്ടറെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇവിടെ തൽക്കാലം ആവശ്യമില്ല, ആദ്യം വിധിയൊക്കെ വരട്ടെ, തൻ്റെ കാര്യത്തിൽ എന്താണ് കോടതി തീരുമാനമെടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റണോ അങ്ങോട്ട് വിടണോ എന്നൊക്കെ തീരുമാനിക്കാമെന്നുള്ളതാണ്. എന്തായിരിക്കും 26-ലെ ഒരു വിധിയിൽ കോടതി മുഖവിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മഞ്ജുഷയുടെ അഭിഭാഷകരായിട്ടുള്ള ജോൺ റാൽഫ് വളരെ വിശദമായി ഹൈക്കോടതിയിൽ വാദഗതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് ഈ കേസ് CBIക്ക് വിടണം എന്നുള്ളത് നിങ്ങൾ കോടതിയെ ബോധിപ്പിക്കണം. വെറുതെ അങ്ങ് CBIക്ക് വിടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. CBI ഏറ്റെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. പക്ഷേ അങ്ങനെ കോടതിയെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വാദഗതികൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ, പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ, പോസ്റ്റ്മോർട്ടം ആയി ബന്ധപ്പെട്ട വീഡിയോയും ഫോട്ടോസും ഹാജരാക്കിയിട്ടുണ്ടോ, അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന സമയത്തെ ഫോട്ടോകൾ ഉണ്ടോ, ഒരു കുഞ്ഞു കയറിൽ, വളരെ നീളം കുറഞ്ഞ ഒരു കയറിൽ, വളരെ കട്ടി കുറഞ്ഞ ഒരു കയറിൽ എങ്ങനെയാണ് ഇദ്ദേഹം തൂങ്ങി നിൽക്കുക? ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കഴുത്ത് മുറിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കോടതി എത്രത്തോളം മുഖവിലേക്ക് എടുക്കുന്നുണ്ട്? ഈ പറയുന്ന ശംസുദ്ദീൻ ഡ്രൈവറുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം വീടിനുള്ളിലേക്ക് കയറാൻ എന്തിന് മടിച്ചു, ആരാണ്, പിന്നെ ഇദ്ദേഹം നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ മടിക്കേണ്ടതില്ലല്ലോ, ഇദ്ദേഹത്തോടൊപ്പം വന്ന വ്യക്തി ആരായിരുന്നു, ഇദ്ദേഹം ഒരാളെ കൂട്ടി വന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരാളെ കൂട്ടി വരുമ്പോൾ ആ വ്യക്തി ആരാണ്, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു CPM-കാർ ജോലി വാങ്ങിക്കൊടുത്ത ആളെയുമാണ് കൂട്ടി വന്നിട്ട് കാണിച്ചത് എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ പരിസര പ്രദേശത്തെ ആളുകളെ ഒന്നും തന്നെ ആ വീട്ടിലേക്ക്, അതായത് നവീൻ ബാബു മരിച്ച വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല, അവരൊന്നും ഈ മരണം ഇങ്ങനെ നിൽക്കുന്നത് അധികം ആളുകളൊന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ടോയ്ലറ്റിലായിരുന്നു ഈ സംഭവം സംഭവിച്ചത് എന്നും, വാതിൽ തുറന്നിട്ടുകൊണ്ട് ഒരു മനുഷ്യൻ മരിക്കുമോ, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് സ്രവങ്ങൾ ഒന്നും തന്നെ പുറത്ത് പോയിട്ടില്ല എന്ന് പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. പക്ഷേ പിന്നെ അണ്ടർവെയറിൽ പിന്നെ രക്തക്കറ കാണുന്നു. ഒരു സ്രവവും പുറത്ത് പോകാതെ അണ്ടർവെയറിൽ എങ്ങനെയാണ് രക്തക്കറ കാണുക എന്ന് സാമാന്യമായൊരു ചോദ്യമുണ്ടല്ലോ. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, രക്തക്കറ കണ്ടിട്ടുണ്ട് എന്ന്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നു ഇതിലേക്ക് ശ്രമം വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വൈരുദ്ധ്യമുണ്ട്. ഒന്നുകിൽ പോലീസ് കള്ളം പറയുന്നു, അല്ലെങ്കിൽ ഡോക്ടർ കള്ളം പറയുന്നു എന്നുള്ളതാണ്. പോലീസിന് കള്ളം പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇൻക്വസ്റ്റിൽ, അതായത് നവീൻ ബാബുവിനെതിരെ അല്ല, അനുകൂലമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമില്ല, ഒരു വരിയിലാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തില്ല. അതൊക്കെ കൃത്യമായി വിശദീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം ആ ഡോക്ടർ ഇട്ട വീഡിയോ, കഥകളിയുടെ വീഡിയോ, തലയ്ക്ക് കൈ കൊടുത്ത് പശ്ചാത്താപ വിവശരായിരിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. തൃച്ചംബരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആറളം ഫാമുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പല രഹസ്യങ്ങളും നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് നവീൻ ബാബുവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം അതുകൊണ്ടാണ് ഇവർ നടത്തിയത് എന്ന് സാക്ഷിയായിട്ടുള്ള ആൾ വന്ന് പറയുന്നുണ്ട്. ഇതിലെല്ലാം അന്വേഷണം വേണ്ടതുണ്ട്. കലക്ടറുടെ പങ്ക് ഇതിലെന്താണ്? കലക്ടർ ഈ നവീൻ ബാബുവിനെ കലക്ടറേറ്റ് റൂമിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം കലക്ടറോട് പശ്ചാത്തപിച്ചു എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ? CCTV ദൃശ്യങ്ങൾ എവിടെയാണുള്ളത്? അതുപോലെ തന്നെ പി ഗീത, ഈ പറയുന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ പിന്നെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഏറ്റവും ആദ്യം ഈ അന്വേഷണം വന്ന സമയത്ത് കലക്ടർ ഈ മൊഴി അന്ന് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കലക്ടർ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാവും. എന്തുകൊണ്ട് സർക്കാർ ഈ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിടുന്നില്ല? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാമാന്യ യുക്തി ചിന്തിച്ചാൽ പോലും ഹൈക്കോടതി ഈ കേസ് CBIക്ക് വിടേണ്ടതാണ്. 21-ാം തീയതി വെച്ചു, പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്തു 26-ലേക്ക്, കൂടുതൽ പഠിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് ഹൈക്കോടതിക്ക് നിർബന്ധമായിട്ടും ഈ കേസ് CBIക്ക് വിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അല്ലെങ്കിൽ അത് ഡിവിഷൻ ബെഞ്ചോ സുപ്രീം കോടതി ബെഞ്ചോ പോയിട്ടായാൽ പോലും ഈ കേസ് CBIക്ക് വിടാനുള്ള സാഹചര്യങ്ങൾ തന്നെയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ കേസിൽ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുക. ട്വിസ്റ്റ് എന്ന് പറയുന്നത് കുടുംബത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുടുംബത്തിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കണമെന്ന് നമ്മൾ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ പോലീസിനെ കുറിച്ച് മഞ്ജുഷയ്ക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പോലീസ് നിഷ്പക്ഷമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും
CBI വന്നാൽ കുറച്ചുകൂടി കാര്യങ്ങൾ തെളിവുകൾ ശേഖരിക്കാൻ കഴിയും, കുറച്ചുകൂടി ഉന്നതരായ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ CBIക്ക് കഴിയുമെന്ന് മഞ്ജുഷ വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് മഞ്ജുഷയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇവിടെ വീണാമണി പറഞ്ഞ കുറെ കാര്യങ്ങൾ കോടതി മുഖവിലേക്ക് എടുത്താൽ തീർച്ചയായും ഈ കേസിൽ CBI അന്വേഷണം വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മഞ്ജുഷയുടെ കുടുംബത്തിന് മുന്നിൽ വെക്കാനുള്ളത് വീണാമണിയെ തന്നെയായിരിക്കും. വീണാമണി പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ തന്നെ നടുക്കുന്നതാണ്. കാരണം നമ്മൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് നവീൻ ബാബുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ വിദേശത്തേക്ക് കടത്തി കാണും എന്ന് വീണാമണി. ഇതൊക്കെ വീണാമണിക്ക് എങ്ങനെ അറിയാം? ഇത്തരം പല കാര്യങ്ങൾ, അവരൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, പല കാര്യങ്ങളും അവർക്കറിയാമായിരിക്കാം. അവരുടെ ജീവൻ സംശയം ഉന്നയിച്ചത്, അതെ, സംശയം തന്നെയാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ ചില കാര്യങ്ങൾ അവർക്ക് അത് നവീൻ ബാബു വിഷയത്തിലാണെന്നല്ല ഞാൻ പറയുന്നത്, മറ്റു പലരുടെയും വിഷയത്തിൽ ചിലപ്പോൾ അവർക്കറിയാമായിരിക്കാം പല കാര്യങ്ങളും. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുമുണ്ട്, അവർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് തുറന്നു പറയാൻ അവരെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അവർക്കും അവരുടെ ജീവനിൽ കൊതിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും അതിൽ ഭയപ്പാടുകൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർ പലതും തുറന്നു പറയാത്തത്. മാത്രമല്ല, പരിയാരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം എന്തുകൊണ്ട് നടത്തുന്നില്ല? പരിയാരം മെഡിക്കൽ കോളേജിൽ ദുരൂഹ സാഹചര്യവുമായി മരണപ്പെട്ടെത്തുന്ന മൃതദേഹങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ? കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങൾ ഈ സഹാക്കന്മാരായ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ബോഡികളൊക്കെ നാച്ചുറൽ ഡെത്തായി മാറുന്നത് എങ്ങനെയാണ്? മരണപ്പെടുന്നതിൽ ദുരൂഹതയുണ്ട് എങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ എങ്ങനെയാണ് അത് നാച്ചുറൽ ഡെത്തായി മാറുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കോടതി ഇക്കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കും? നിയമം ഈ എന്താ പറയുക, ഹർജിക്കാരുടെയൊക്കെ നിലപാടുകളൊക്കെ നോക്കിക്കൊണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും കോടതി ഇക്കാര്യത്തിൽ വലിയ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളത്. എന്തായാലും കളക്ടർ എന്തുകൊണ്ടാണ് അന്ന് നവീൻ ബാബുവിനെതിരെ PP ദിവ്യ ഇത്രയും അപഹാസ്യമായ പെരുമാറ്റം നടത്തിയിട്ടും എന്തുകൊണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ കളക്ടർ പ്രതികരിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം അന്ന് മുതൽ ചോദിക്കുന്നു. അപ്പോൾ കളക്ടർക്ക് ഇതിലുള്ള ലക്ഷ്യം എന്താണ്? ആറളം ഭാവവുമായി ബന്ധപ്പെട്ട് അത് CPI തന്നെ ഉന്നയിച്ച ആരോപണമാണ്. പാട്ടക്കരാറുകൾ സ്വകാര്യ വ്യക്തികൾക്ക് മറച്ചു കൊടുക്കാൻ കളക്ടർ നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ കളക്ടർ അത്തരത്തിലൊരു നീക്കം നടത്തി എന്നുള്ളത് CPI ഉന്നയിച്ച ആരോപണമാണ്. അത് മറ്റുള്ളവർ ഉന്നയിച്ചതല്ല. അപ്പോൾ മാത്രമല്ല, കളക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് CPI പല തവണ ആവർത്തിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് കളക്ടറെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM എടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് കളക്ടറെ അയക്കുന്ന ഒരു രീതി. പക്ഷെ അവിടെ പോയപ്പോൾ തൽക്കാലം ഇവിടെ വേണ്ട, വന്നിടത്ത് തന്നെ പൊക്കോ എന്നുള്ള രീതിയിൽ ഇവിടെയുമില്ല അവിടെയുമില്ലാതെ തൃശങ്കൂൽ നിൽക്കുകയാണ് കളക്ടർ. ഇനി എന്താകും അവസ്ഥ എന്നുള്ളത് എന്തായാലും 26-ാം തീയതി നമ്മളെല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത്. തീർച്ചയായും.